നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാഷ്ട്രീയക്കാർ ചാനൽ കൂടി ഒരുപാട് പ്രസ്താവന നടത്തും, സ്ത്രീ പീഡകരെ അറസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഒരു ദിവസം എത്ര സ്ത്രീകൾക്കാ സാർ ജീവിതം ഇല്ലാതാകുന്നത്? പ്രായവ്യത്യാസമുണ്ടോ? ജനിച്ച് 2 വയസ്സ് പോലും ആവാത്ത. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് മാഡത്തിന്റെ ഫീല് മനസ്സിലായി. ഞാൻ ഈ റെസ്ക്യൂ ഹോമിന്റെ സൂപ്രണ്ടായിട്ട് 5 വർഷമായി. ഒരു 6000 പേരെങ്കിലും സ്ത്രീകളും പെൺകുട്ടികളും ഇവിടെ വന്ന് പോകാറുണ്ട്. ഇനിയും ഒന്നും പുറത്തറിയിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ടായിരിക്കും? അംഗീകരിക്കുന്നു, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. സ്ത്രീകളെ ചവിട്ടി അരയ്ക്കുന്ന യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാ ഞങ്ങളെപ്പോലുള്ളവർ ശ്രമിക്കുന്നത്. യഥാർത്ഥ പ്രതി എന്ന് വെച്ചാൽ? അല്ല, ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെടുന്നവരും ഉണ്ട് മാഡം. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു പുരുഷനുമായി മറ്റെന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇവര് കേസ് ഫയൽ ചെയ്യും, അവരകത്താവും. അതോടെ അവരുടെ ജീവിതം തീർന്നു. SP പറഞ്ഞത് ശരിയാ, അങ്ങനെയുണ്ട്. പക്ഷേ അതൊന്നും പ്രതി രക്ഷപ്പെടാൻ കാരണമായിക്കൂടാ. ദേ, ഒരു പാവം പെൺകുട്ടി. അഡ്വക്കേറ്റ് അർജുൻ പൊതുസമൂഹത്തിന് മുന്നിൽ എന്തൊരു മാന്യൻ. പക്ഷേ യഥാർത്ഥ മോഹോ? സ്ത്രീ എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഒരൊറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. ഒരു അഡ്വക്കേറ്റ്, അയാൾ എത്ര കള്ളന്മാരെയായിരിക്കും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്? എത്ര പാവങ്ങളെയായിരിക്കും അകത്താക്കിയിരിക്കുന്നത്? എന്തായാലും അവസാനം അയാൾ കുടുങ്ങി. സാർ അയാൾക്ക് കാര്യമായിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം.